ഹായ് ഹലോ, എല്ലാവർക്കും ഒരു ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചീരകൃഷിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള വയലിൽ നമ്മുടെ ചേട്ടൻ തന്നെ ഇട്ടേക്കുന്ന ചീരയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇതിപ്പോൾ കുറച്ച് സ്ഥലത്ത് പിരിച്ച് നടാനുള്ള ചീരയുണ്ട്, പിന്നെ കുറച്ച് വളർന്നതായ ചീരയുണ്ട്, പിന്നെ കുറച്ച് കട്ട് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ബാക്കി ചീരയുണ്ട്. ഇത് കുറച്ച് ഉണ്ട മുളവിൻ്റെ തൈയാണ് കേട്ടോ. ഇത് കട്ട് ചെയ്തതിൻ്റെ ബാക്കി കുറച്ച് ചീരയാണ്. അവിടെ പിരിച്ചു വെച്ച് കുറച്ച് വലുതാവാറായതുണ്ട്. ഇത് പയറാണ് കേട്ടോ. ഇത് 2 ദിവസം കഴിഞ്ഞ് കട്ട് ചെയ്യാറായ ചീരയാണ്. അപ്പോൾ ഇതിനായിട്ടെന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് മണ്ണ് കിളച്ചൊന്ന് 2-3 ദിവസം അതിൻ്റെ വെള്ളം തോരാനായിട്ട് ഇട്ടേക്കും. പിന്നെ കുറച്ച് ചാണകപ്പൊടി കൊണ്ട് വിതറിയിട്ട് ഒന്ന് മണ്ണിളക്കി ഇട്ടതിന് ശേഷം ആ മണ്ണ് ഉണങ്ങി വരുമ്പോഴത്തേക്കാണ് ചീര വിത്തിടുന്നത്. അതിനുശേഷം പിന്നെ പൊടിച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് പിരിച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ച് വളരുമ്പോൾ കുറച്ച് ഫാക്ടംഫോസിഡുമെന്ന് ചേട്ടൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ മറ്റേ കോഴിവളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് നല്ലോണം തഴച്ച് വളരുകയും ചെയ്യും. പിന്നെ ഇഷ്ടംപോലെ വെള്ളം ഒഴിക്കണം, അതാണ് ഇതിന് ആവശ്യം. ഇത്രയും വളമാണ് ഇതിന് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വെള്ളമുണ്ട്, അതുകൊണ്ട് അങ്ങനെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വയലൊക്കെ എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് കിളച്ചിട്ടേക്കുന്നതാണ്. അടുത്ത ചീര ഇടാനായിട്ട്. ഇതാണ് നമ്മുടെ കർഷകൻ. അടിപൊളിയല്ലേ കാണാൻ. ഇത് കുറച്ച് പടവലാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. താങ്ക് യു.